നമുക്ക് ടെക്നോളജിയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടൊരു മീറ്റിംഗ് ഹാളിൽ ഒരുമിച്ച് ചേരാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മളെ തയ്യാറാക്കിയ ദൈവത്തെ നമുക്ക് ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചില സാധ്യതകൾ അത് ലോകത്ത് പല മേഖലയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് പോലും ഇന്ന് എഐയുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സാധ്യതകൾ നമുക്ക് ഓപ്പൺ ആക്കി തരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തെന്ന് ചോദിച്ചാൽ അത് മനുഷ്യ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളെ സോഫ്റ്റ്വെയർ കോഡറാക്കി ഒരു ഹ്യൂറിസ്റ്റിക് സിമുലേഷൻ കൊണ്ടുവന്നപ്പോൾ സംഭവിച്ച ഒരു ഡെവലപ്മെന്റ് ആണ്. ഈ ഡെവലപ്മെന്റ് മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലയിലും ഇതിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരൊരു മാറ്റത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ സൂം പ്രസന്റേഷനിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. തീർച്ചയായും ഈ ഇൻഫോർമേഷൻ ആർക്കെല്ലാം പ്രയോജനപ്പെടുത്തുന്നോ ആ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരു പുതിയ സെക്ടർ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സെക്ടറിന്റെ പേര് വുഡ എന്നാണ്. VUDA, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. ഡിജിറ്റൽ അസറ്റുകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കമ്പനികളുടെ ഷെയറിന്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ രൂപത്തിലാണ്. ഇതൊന്നുമല്ലാത്ത ഒരു പുതിയ സെക്ടറാണ് വുഡ എന്ന് പറയുന്നത്. ഈ സെക്ടർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ആണ്. ട്രഡീഷണൽ ട്രേഡിംഗ് രംഗത്തുള്ള കുറെ പോരായ്മകൾക്കുള്ള ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ. അപ്പൊ ട്രഡീഷണൽ ട്രേഡിംഗ് രംഗത്തെ കുറിച്ച് അല്പം സംസാരിക്കാതെ ഒരിക്കൽ പോലും ഈ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. ട്രഡീഷണൽ ട്രേഡിംഗ് രംഗത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ചില എക്സ്പീരിയൻസുകളാണ്. എന്താണ് മനോഹാരിത? ഒരു പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് മാർക്കറ്റ് ഡൗൺ ആയി പോകുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? വലിയ നഷ്ടങ്ങളിലേക്ക് നമ്മൾ കൂപ്പുകുത്തി പോകുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരുന്ന് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് പോകുമ്പോഴായിരിക്കും ഈ തിരിച്ചടി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുക. സത്യത്തിൽ മനോഹാരിത എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോഴും വലിയ സങ്കടമാണ് അതിലൂടെ ആളുകൾക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. ട്രഡീഷണൽ ട്രേഡിംഗ് രംഗത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്ന പ്രോസസ്സിലൂടെ ഡിമാൻഡ് ക്രിയേറ്റും, വാങ്ങുന്നവരുടെ എണ്ണം കൂടുമ്പോൾ വില കൂടുകയും വിൽക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ വില കുറയുകയും ചെയ്യുന്ന സെക്ടർ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയമാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാലും വിൽക്കുന്നവരുടെ എണ്ണം കൂടിയാലും വില കൂടുക മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ആശയം അവിടെ കാണാൻ സാധിക്കും. അതിനുവേണ്ടി വുഡ സെക്ടറിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ അതാണ് പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത്. ഒന്ന്, ട്രഡീഷണൽ ട്രേഡിംഗ് രംഗത്തേക്ക് ഏത് സിസ്റ്റം വന്നാലും ഒരു കമ്പനിയാണ് ഷെയർ ആയിട്ട് വരുന്നു, ഒരു നിശ്ചിത എണ്ണം യൂണിറ്റ് തുടക്കത്തിൽ തന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും. ഒരു ക്രിപ്റ്റോ കറൻസിയാണ് വരുന്നതെങ്കിൽ ഇത്ര മില്യൺ ഇത്ര ബില്യൺ കോയിൻസ് ആദ്യമേ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ കോയിൻസ് പിന്നീട് എക്സ്ചേഞ്ചിലൂടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ട്രേഡിങ്ങിന്റെ അനുപാതത്തിനനുസരിച്ച് അതിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നു. പക്ഷെ ഈ കൊണ്ടുവന്ന എണ്ണത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് വരുമ്പോൾ ഒരു സമയത്ത് ഇതിന്റെ ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അത് സീറോയിലേക്ക് പോകും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. എന്നാൽ വുഡ സെക്ടർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ അത്തരമൊരു സാഹചര്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന ഫസ്റ്റ് വുഡ പ്രൊജക്റ്റിൽ വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ടെതർ ഓഷ്യൻ ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് പ്രൊജക്റ്റ് ആണ്. ലോകത്തെ ആദ്യത്തെ വുഡ പ്രൊജക്ട്. ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, സ്റ്റെബിലിറ്റി ആങ്കർഡ് ഇൻ ടെതർ. USDT ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്രാൻസാക്ഷൻസ് നടക്കാൻ സാധിക്കുക. ബിനാൻസിന്റെ BEP20 പ്ലാറ്റ്ഫോമിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി BEP20 USDT ഉപയോഗിച്ച് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ടെതർ ഓഷ്യൻ സെറ്റ് ചെയ്തത്. ലിക്വിഡിറ്റി പൂളാണ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ലോകത്ത് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അവിടെ പണം ലഭിക്കണമെങ്കിൽ ഒരു ബാക്കപ്പ് ഉണ്ടാക്കണം. ബാക്കപ്പ് എവിടെയെല്ലാം ഉണ്ടോ അതിനെല്ലാം മൂല്യം ഉണ്ടാകും.
ഈ സിസ്റ്റത്തിൽ ബാക്കപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. അത് എക്കാലവും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു മനോഹരമായ ഒരു ആശയം ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ട്രാൻസാക്ഷൻസ് ട്രാൻസ്പെറന്റ് ആണ്. 2024 മാർച്ച് 21 ഈ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയം മുതൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സെക്കൻഡ് വരെയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസിനെയും നമ്മുടെ വീട്ടിലിരുന്നും പരിശോധിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. വളരെ സെക്യൂർ ആയിട്ട് എൻക്രിപ്റ്റഡ് മോഡിൽ BP20 പ്ലാറ്റ്ഫോമിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്താ എൻക്രിപ്റ്റഡ് മോഡ്? സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനൊരു വാലറ്റ് ഉണ്ടാകും. ഏതൊരു വാലറ്റ് ഉണ്ടെങ്കിലും കീ ഫ്രേസ് ഉണ്ടാകും. ആ കീ ഫ്രേസിനെ എൻക്രിപ്റ്റ് ചെയ്ത് കളഞ്ഞത് കൊണ്ട് ഈ സോ ആ കീ ഫ്രേസിനെ എൻക്രിപ്റ്റ് കളഞ്ഞതുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ ബാക്കപ്പ് വാലറ്റിനെ ആക്സസ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിന് മാത്രമേ സാധിക്കൂ. ഇതിന്റെ ഡെവലപ്മെന്റ് 100% കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് സിസ്റ്റത്തിൽ എത്രമാത്രം സ്പീഡിൽ കമ്മ്യൂണിറ്റി വരുന്നോ അത്രമാത്രം സ്പീഡിൽ ഇത് ഗ്രോത്ത് ഉണ്ടാകും. ഇനി എത്ര പതുക്കെയാണോ കമ്മ്യൂണിറ്റി വരുന്നത് അത്രയും പതുക്കെ മാത്രമേ ഗ്രോത്ത് ഉണ്ടാകൂ. പക്ഷെ ഗ്രോത്ത് മാത്രമേ ഉണ്ടാകൂ എന്ന് ഈ സിസ്റ്റം നമുക്ക് തരുന്ന ഉറപ്പാണ്. സോ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന 4 അഡ്വാൻറ്റേജുകൾ. ഒന്ന്, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഇത് റഗ്ഫുൾ അല്ല എന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ട്രാൻസ്പെറൻസി. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു തരത്തിലുള്ള കോയിൻസും പ്രീ മൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. നാലാമത്തെ അഡ്വാൻറ്റേജ്, ഇവിടെ ആരെല്ലാം കിട്ടിയ കോയിൻ സെല്ല് ചെയ്യപ്പെടുന്നുണ്ടോ സിസ്റ്റം തിരിച്ചു വാങ്ങി അത് ബേൺ ചെയ്ത് കളയും. അതായത് ടോട്ടൽ സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സ് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തെന്നർത്ഥം. നമുക്കറിയാം, ലോകത്തെ എന്തും ലിമിറ്റഡ് സപ്ലൈ ആണെങ്കിൽ അതിന്റെ എണ്ണം നിയന്ത്രിക്കുന്ന ഒരു സയൻസ് ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്ന ആശയമാണെന്ന് നമ്മുടെ മുമ്പിൽ പലതരത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സിസ്റ്റവും അത്തരത്തിലൊരു സിസ്റ്റം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 2024 മാർച്ച് 20 16 മണിക്കൂർ, അതായത് വൈകിട്ട് 4:22:30 ഈ സിസ്റ്റത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അന്ന് ഈ സിസ്റ്റത്തിൽ ഒരു ബൈ പ്രൈസ് ഉണ്ടായിരുന്നു 0.01 USDT. അന്ന് സെൽ പ്രൈസ് 0 ആയിരുന്നു, ഫൈനൽ കോയിൻ നമ്പർ 0 ആയിരുന്നു, ഫൈനൽ ലിക്വിഡിറ്റിയും 0 ആയിരുന്നു, കോൺട്രാക്ട് ബാലൻസും 0 ആയിരുന്നു. അതായത് ഒന്നുമില്ലാതെ മാർക്കറ്റിലേക്ക് വന്നൊരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ആദ്യത്തെ യൂസർ വന്നപ്പോ $100 കൊണ്ടാണ് സിസ്റ്റത്തിൽ കടന്നു വരുന്നത്. ആ $100 കൊണ്ട് സിസ്റ്റം കടന്നു വന്നപ്പോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ആ വന്ന $100 52% ലിക്വിഡിറ്റിയിലേക്ക് അവർ ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ലിക്വിഡിറ്റിയിൽ $52 വന്നു. ആ വന്ന $100 35% വിലയുള്ള കോയിൻ അന്നത്തെ 0.01 എന്ന ബൈ പ്രൈസ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്തു. അപ്പോ ഫൈനൽ കോയിൻസ് ആയിട്ട് 3500 കോയിനും വന്നു. ലിക്വിഡിറ്റിയും കോയിൻ നമ്പർ വന്നപ്പോ ലിക്വിഡിറ്റിയെ കോയിനിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ബൈ പ്രൈസ് അവർ കണ്ടെത്തി 0.014857. പുതിയ ബൈ പ്രൈസ് കണ്ടെത്തിയപ്പോ അപ്പൊ തന്നെ പഴയ ബൈ പ്രൈസിനെ സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആകുകയും ചെയ്തു. നോക്കൂ, ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ മാത്രമാണ് ഇവിടെ കോയിൻ ക്രിയേഷൻ സംഭവിച്ചത്. ആദ്യം ആര് വന്നോ അയാൾക്ക് കോയിൻ കിട്ടി, അടുത്ത ആൾ വന്നോ അയാൾക്കും കിട്ടി. ഇങ്ങനെ ലോകത്ത് ഇനി എത്ര പേർ വരുന്നുണ്ടോ അവർക്കെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എപ്പോ അവർ എത്ര എമൗണ്ട് കൊണ്ട് മുടക്കുന്നുണ്ടോ അതിന്റെ 35% വിലയുള്ള ആ സമയത്തെ ബൈ പ്രൈസ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇന്നും അതേ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സിസ്റ്റത്തിൽ ഒരു ബൈ പ്രോസസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കോയിൻസിന്റെ ക്രിയേഷൻ ആണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത കോയിൻ ഇപ്പൊ എത്രയാണോ ഫൈനൽ കോയിൻ ഉള്ളത് അതിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടും.
ആ വരുന്ന ഫണ്ടിന്റെ 52% നിലവിലുള്ള ഫൈനൽ ലിക്വിഡിറ്റി കൂടെ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ലിക്വിഡിറ്റിയും കോയിൻ നമ്പറിലും മാറ്റം വരുമ്പോഴെല്ലാം ലിക്വിഡിറ്റിയെ കോയിൻ നമ്പർ കൊണ്ട് ഹരിച്ചുകൊണ്ട് പുതിയ വിലകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ആ വില കൂടുന്ന രൂപത്തിൽ മാത്രമേ സംഭവിക്കൂ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രോസസ്സ് ഇവിടെ സെല്ലാണ്. സെല്ല് നടക്കുന്ന സമയത്ത് സിസ്റ്റം ചെയ്യുന്നത് എത്ര കോയിൻ ആണോ സെല്ല് ചെയ്തത് അത് മുഴുവൻ ബേൺ ചെയ്ത് കളയും. ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിലവിലുള്ള കോയിൻ നമ്പർ എത്രയാണോ അതിൽ നിന്ന് അത്രയും കോയിൻ കുറയുന്നു എന്നാണ്. അതിന് ലിക്വിഡിറ്റി എത്രയാണോ ആ ലിക്വിഡിറ്റിയിൽ നിന്ന് കൊടുക്കേണ്ട എമൗണ്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷെ 90% കൊടുക്കൂ. സോ 100% കോയിൻ ബേൺ ചെയ്യുകയും 90% പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി കോയിൻ അനുപാതം ബാലൻസ് ചെയ്യപ്പെടും, വില കയറുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുകയും ചെയ്യും. മനോഹരമായ ഈ മാത്തമാറ്റിക്സ് BEP20 പ്ലാറ്റ്ഫോമിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് മൈക്രോസോഫ്റ്റിന്റെ എഞ്ചിനീയേഴ്സിന്റെ സഹായത്തോടു കൂടി ഇൻബിൽറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് എൻക്രിപ്റ്റഡ് പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞു. ഇനി ഇതിനെ തടുത്തു നിർത്താൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 2009 ബിറ്റ്കോയിൻ വന്നപ്പോ സതോഷി നാക്കമോട്ടോ ഏത് സിസ്റ്റമാണോ അഡോപ്റ്റ് ചെയ്തത് അതേ സിസ്റ്റമാണ് ഇതിന്റെ പുറകിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 100% ഡീസെൻട്രലൈസ് സിസ്റ്റം, ആർക്കും കൺട്രോൾ ഇല്ലാത്ത സിസ്റ്റം. ഇതിന്റെ ബൈ ആൻഡ് സെൽ പ്രോസസ് റിയൽ ടൈം ആണ്. ആർക്ക് വേണ്ടിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ബൈ ചെയ്യണോ, വാലറ്റിൽ USDT വയ്ക്കുന്നു, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എത്ര എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫർമേഷൻ കൊടുത്താൽ മതി, നമുക്ക് ആവശ്യമായ കോയിൻസ് ലഭിക്കും. സെല്ല് ചെയ്യണോ, സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമ്പർ ഓഫ് കോയിൻസ് ടൈപ്പ് ചെയ്യുന്നു, കൺഫർമേഷൻ കൊടുക്കുന്നു, അപ്പൊ തന്നെ നമുക്ക് USDT ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ റിയൽ ടൈം ആണ് ഇതിന്റെ അഫിലിയേറ്റ് പേ ഔട്ട്. ഈ സിസ്റ്റത്തെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് തന്നെയാണ് ഇതിന്റെ പെർമിഷൻ സിസ്റ്റം തന്നിരിക്കുന്നത്. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ സിസ്റ്റത്തിൽ മാർക്കറ്റിംഗ് മേഖല ഏറ്റെടുത്താൽ 43% വരുന്ന അഫിലിയേറ്റ് പേ ഔട്ട് റിയൽ ടൈം ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഈ സിസ്റ്റത്തിൽ എന്റെ ഫോക്കസ് ആ 43%-ലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വലിയ എമൗണ്ട് മുതൽ മുടക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. പക്ഷേ വലിയ മുതൽ മുടക്കാൻ കപ്പാസിറ്റി ഉള്ള ധാരാളം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അവരിലേക്ക് ഈ ആശയം എത്തിച്ചു കൊടുത്താൽ 2009 ബിറ്റ്കോയിൻ വന്നപ്പോ അതിന്റെ നഷ്ടബോധമുള്ള ആൾക്കാർ തന്നെയാണ് അവരെല്ലാവരും. അതുകൊണ്ട് തന്നെ വുഡ എന്ന് പറയുന്ന ഈ വ്യത്യസ്തമായ ആശയത്തെ, വില കയറുക മാത്രം ചെയ്യുന്ന ആശയത്തെ ഏറ്റെടുക്കാൻ ഇന്ന് ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവാണ് ഈ 43% ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള കാരണം. ഇനി എന്താണ് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന സാധ്യതകൾ? ഈ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സിസ്റ്റം ആവശ്യപ്പെടുന്നത് വെറും 20 USDT ആണ്. 20 USDT സ്വന്തമായിട്ടുള്ള ഏതൊരാൾക്കും അല്ലെങ്കിൽ 20 USDT കണ്ടെത്താൻ കഴിയുന്ന ഏതൊരാൾക്കും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാം. 21, 22, 25, 30, 50, 100, 200, 300, 400 അങ്ങനെ ഏത് സംഖ്യ ഉപയോഗിക്കാം. പരമാവധി $1000 ആണ് സിംഗിൾ ബൈക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതിൽ കൂടുതൽ സംഖ്യ വേണമെങ്കിൽ 1000ന്റെ ഗുണിതങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സിസ്റ്റം നമുക്ക് തരുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് 35% വരെയുള്ള കോയിൻ ഹോൾഡിംഗ് ആയിരിക്കും. അതിനുശേഷം ഈ സിസ്റ്റത്തിൽ എത്ര ബൈ നടക്കുന്നുണ്ട്, എത്ര സെല്ല് നടക്കുന്നുണ്ട്, അതിനാനുപാതികമായി നമ്മുടെ കോയിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. 100 പ്രാവശ്യം ബൈ നടന്നു, 1000 പ്രാവശ്യം സെല്ല് നടന്നു എങ്കിൽ 1100 പ്രാവശ്യം വില മാറിയിട്ടുണ്ടാകും. അത് പ്രോഗ്രസീവ് ആയിട്ടായിരിക്കും, ഒരിക്കലും താഴത്തെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കാലക്രമേണ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് നമുക്കൂടെ മാറാൻ സാധിക്കും. ഇനി ഈ സിസ്റ്റത്തിൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആ നേട്ടങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ 2 ലിമിറ്റേഷൻ ഈ സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഒന്ന് കോയിൻ സെല്ല് ചെയ്യുമ്പോൾ ലിമിറ്റ് ആണ്. കോയിൻ സെല്ലുമ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കേജ് എത്രയാണോ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിൻ മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കൂ. ഇപ്പൊ $100 ആണ് നമ്മുടെ പാക്കേജ് എങ്കിൽ $200 കോയിൻ വിൽക്കാം. $1600 ആണ് നമ്മുടെ പാക്കേജ് എങ്കിൽ $3200 കോയിൻ വിൽക്കാം. അപ്പൊ അതിൽ കൂടുതൽ മൂല്യം വന്നാലോ? ഉദാഹരണം, ആദ്യത്തെ ബയർ നമ്മൾ കണ്ടു, 3500 കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മൂല്യം വെച്ച് കണക്കൂട്ടിയാൽ ഏതാണ്ട് $0.204461 ആണ് ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ്. അത് വെച്ച് കണക്കൂട്ടിയാൽ $715 അദ്ദേഹത്തിന് വിൽക്കാൻ സാധിക്കും. അദ്ദേഹം എടുത്തത് എത്രയാ? $100. അദ്ദേഹത്തിന് ഇപ്പൊ വാല്യൂ എത്രയുണ്ട്? $715. സോ അദ്ദേഹത്തിന് വിൽക്കണമെങ്കിൽ എത്രയെ വിൽക്കാൻ പറ്റൂ? $200 വിൽക്കാൻ പറ്റൂ. അപ്പൊ ബാക്കിയുള്ള $515 എങ്ങനെ വിൽക്കും? അത് വിൽക്കണമെങ്കിൽ സിസ്റ്റം പറയുന്നു റീബൈ ചെയ്ത് നമ്മുടെ ലിമിറ്റ് കൂട്ടിയാൽ മതി. അപ്പൊ വീണ്ടും $100 റീബൈ ചെയ്താലോ വീണ്ടും അന്നത്തെ വിലയ്ക്ക് വീണ്ടും കോയിൻ കിട്ടുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ലിമിറ്റ് $200 വീണ്ടും കൂടി, അദ്ദേഹത്തിന് വീണ്ടും വിൽക്കാം. അങ്ങനെ അദ്ദേഹത്തിന് ഇൻസ്റ്റന്റ് ആയിട്ട് റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടി മൊത്തം കോയിൻ അതേ ദിവസം തന്നെ വിറ്റ് തീർക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഈ സിസ്റ്റത്തിന്റെ കമ്മീഷൻ വിഡ്രോ ചെയ്യുന്ന ലിമിറ്റും.
ടീം ഇൻകം വിഡ്രോ ചെയ്യുമ്പോഴും നമ്മുടെ പാക്കേജ് എത്രയാണോ അതിന്റെ 3 ഇരട്ടിയായിട്ട് മാത്രമേ നമുക്ക് ഇൻകം വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ $100 പാക്കേജുള്ള ഒരാൾക്ക് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് കമ്മീഷൻ വാങ്ങുമ്പോൾ $300 വിഡ്രോ ചെയ്യാം. അതിൽ കൂടുതൽ കമ്മീഷൻ വന്നാലോ? കമ്മീഷൻ വന്ന് നമ്മുടെ ഹോൾഡിംഗിൽ നിൽക്കും. നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടിയാൽ അപ്പൊ തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും. ഈ 2 ലിമിറ്റ് ഈ സിസ്റ്റത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റത്തിന്റെ സാധ്യത തിരിച്ചറിയുമ്പോൾ ഇന്ന് ബിറ്റ് കോയിൻ 2009 വരുന്ന സമയത്ത് സാധ്യത തിരിച്ചറിയാത്ത സമൂഹം 2024 ഒക്ടോബർ മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം ബിറ്റ് കോയിന്റെ റിയൽ സാധ്യത ബോധ്യപ്പെട്ടവരാണ്. ഇന്ന് $1 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് ബിറ്റ് കോയിനിൽ കടന്നു വരാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. ബിഗ് ജയൻസ് ബിറ്റ് കോയിനിൽ കളിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബുഡ എന്ന സിസ്റ്റത്തെ, ടെതർ ഓഷ്യൻ എന്ന സിസ്റ്റത്തെ ഇതുപോലെ ഇൻവെസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. പക്ഷെ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ $1000 മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. സോ ഇന്ന് ബുഡ പ്രൊജക്റ്റിൽ ടെതർ ഓഷ്യനിൽ ഒരാൾക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് $11,000 വരും. 11 പ്രാവശ്യമായിട്ട് അദ്ദേഹം ബൈ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും 11 പ്രാവശ്യവും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില മാറും. അദ്ദേഹത്തിന് പ്രോഫിറ്റ് വരുന്നു. ഒരു 10 ലക്ഷം രൂപ എന്നുള്ളത് 1 കോടി രൂപയായി മാറി. അദ്ദേഹം അത് വിഡ്രോ ചെയ്യാൻ തയ്യാറാകുന്നു. അദ്ദേഹത്തിന് 20 ലക്ഷത്തിനുള്ളിലേക്ക് മാത്രമേ അപ്പ് വിൽക്കാൻ സാധിക്കൂ. ബാലൻസ് വിഡ്രോ ചെയ്യണമെങ്കിൽ അദ്ദേഹം വീണ്ടും റീബൈ ചെയ്യണം. സ്വാഭാവികമായിട്ടും വിൽക്കുമ്പോൾ വില കൂടുന്നുണ്ട്, റീബൈ ചെയ്യുമ്പോൾ വില കൂടുന്നുണ്ട്. സോ ഈ ഒരു കണ്ടീഷനിലൂടെ എത്ര കാലം കഴിഞ്ഞാലും ഏതൊരാൾ പ്രോഫിറ്റ് എടുത്താലും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് പ്ലസ് ആയിരിക്കും. ഈ സിസ്റ്റത്തിൽ ആര് വന്നാലും മറ്റുള്ള എല്ലാവർക്കും ബെനിഫിറ്റ് ആണ്. ആര് ഈ സിസ്റ്റത്തിൽ നിന്നും ഇറങ്ങിപ്പോയാലും മറ്റുള്ള എല്ലാവർക്കും ബെനിഫിറ്റ് ആണ്. ഇത്ര മനോഹരമായ ഒരു ആശയമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പാസീവ് ഇൻകം സോഴ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് നമുക്ക് കിട്ടുന്ന വിർച്വൽ കോയിന്റെ അപ്രീസിയേഷൻ തന്നെയാണ്. നമുക്ക് എത്ര കോയിൻ കിട്ടി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. $100 കൊണ്ട് ആദ്യത്തെ കസ്റ്റമർക്ക് 3500 കോയിൻ കിട്ടിയപ്പോ ഇന്ന് എന്റെ മുമ്പിൽ ഞാൻ ആലപ്പുഴയിൽ നിൽക്കുമ്പോൾ ഒരാൾ $100 ബൈ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 171 കോയിൻ മാത്രമാണ്. സോ $100 കൊണ്ട് വാങ്ങിയപ്പോ 2 പേർക്ക് 2 എണ്ണം കോയിൻ ആണ് കിട്ടിയത്. പക്ഷെ 2ന്റെ മൂല്യം $35 ആയിരുന്നു. അവസരത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ 2016 ബിറ്റ് കോയിനെ കുറിച്ച് ആദ്യമായി കേൾക്കുമ്പോൾ ഒരു ബിറ്റ് കോയിന് വില വെറും 23,000 രൂപ മാത്രമായിരുന്നു. അന്നൊരു 23,000 കൊടുത്താൽ ഒരു ബിറ്റ് കോയിൻ കിട്ടുമായിരുന്നു. പക്ഷെ 2024 ഇന്നും 23,000 കൊടുത്താൽ എനിക്ക് ബിറ്റ് കോയിൻ വാങ്ങാൻ സാധിക്കും. പക്ഷെ എനിക്ക് ലഭിക്കുന്നത് 0.000 സംതിങ് ബിറ്റ് കോയിൻസ് മാത്രമായിരിക്കും. എന്തുകൊണ്ട്? അത്രമാത്രം മൂല്യവർധന ബിറ്റ് കോയിനിൽ സംഭവിച്ചു. ഇതേ പ്രോസസ്സാണ് ടെതർ ഓഷ്യൻ നമുക്ക് കാണാൻ സാധിക്കുക. സമയം ചെല്ലും തോറും സപ്ലൈ ലിമിറ്റായി വരുന്ന ഒരു പ്രോസസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഇൻകം സോഴ്സസ് സിസ്റ്റം വെച്ചിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം എന്ന രൂപത്തിലാണ്. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ $100, $500, $1000 ഈ 3 പാക്കേജുകൾ എടുത്തിട്ടുണ്ടാകണം. $100 ചെയ്താൽ 1 പോയിന്റും, $500 ചെയ്താൽ 5 പോയിന്റും, $1000 ചെയ്താൽ 10 പോയിന്റും നമുക്ക് ലഭിക്കും. അങ്ങനെ $1600 ഒരു ഐഡിയിൽ ചെയ്യുന്നവർക്ക് 16 പോയിന്റ് സിസ്റ്റം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 കാൽക്കുലേഷന് വിധേയമാക്കും. സിസ്റ്റത്തിലെ ടേൺ ഓവറിന്റെ 4% ഫണ്ട് എടുക്കുന്നു, ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ കൂടെ അൺപെയ്ഡ് കമ്മീഷൻസും കൂടെയും ആഡ് ചെയ്യപ്പെടും. സോ ഫണ്ട് 4% പ്ലസ് അൺപെയ്ഡ് കമ്മീഷൻ ആണ്. ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1 പോയിന്റിന്റെ വാല്യൂ. അതിനാനുപാതികമായി എല്ലാ ദിവസവും ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എത്ര നാൾ? ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നത് വരെയും. സോ ഈ സിസ്റ്റത്തിൽ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രീ മൈൻഡിലേക്ക് വരുന്ന ഒരു പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ തിരിച്ചു കിട്ടുന്നു. രണ്ടാമത്തെ ഇൻകം ലെവൽ ഇൻകം ആണ്. ആദ്യത്തെ 10 ലെവലിലേക്കാണ് സിസ്റ്റം ഇൻകം വച്ചിരിക്കുന്നത്. മൊത്തം 43% ഉണ്ട് അഫിലിയേറ്റ് ഇൻകം. അതിൽ 4% ഇൻവെസ്റ്റ്മെന്റ് പൂളിലേക്ക് വെച്ചാൽ ബാക്കി വരുന്ന 39% ഉണ്ട്. അതിൽ 23% ആദ്യത്തെ 10 ലെവലിലേക്കാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. അതിൽ ലെവൽ 1ൽ 10%. ആ 10% എന്നുള്ളത് നമുക്ക് 14%, 18%, 22%, 26% നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ലെവൽ 1ൽ 10% എന്നുള്ളത് 26% കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ നേരിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളാണ് ലെവൽ 1 എന്ന് പറയുന്നത്. എത്ര ബിസിനസ് വേണമെങ്കിലും നമുക്ക് നേരിട്ട് ചെയ്യാം. അവർ ചെയ്യുന്ന എമൗണ്ടിലൂടെ നമുക്ക് ഈ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പിന്നീട് റീബൈ ചെയ്യുമ്പോൾ നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്ത് കൂടുതൽ വരുമാനം കിട്ടാനുള്ള പോസിബിലിറ്റി സിസ്റ്റം ഒരുക്കി വെച്ചിരിക്കുന്നു. ലെവൽ 2ൽ 3%. ഈ 2 ലെവൽ ഇൻകം കിട്ടാൻ ഒരു ക്രൈറ്റീരിയയും സിസ്റ്റം പറയുന്നില്ല. എന്നാൽ 3, 4, 5 ഈ ലെവലിൽ ഇൻകം കിട്ടുമ്പോൾ 2% നമുക്ക് കിട്ടുക. എന്തിന്റെ 2% എന്നറിയോ? ആ ലെവലിൽ ആര് ബൈ ചെയ്യുന്നുണ്ടോ ആ എമൗണ്ടിന്റെ 2%.
അത് കിട്ടണമെങ്കിൽ $50 പാക്കേജ് നമുക്ക് ഉണ്ടാകണം. 5 ഡയറക്റ്റ് റെഫറൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. $250 ഡയറക്റ്റ് ബിസിനസ് ഓളിയവും നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ആ ഇൻകത്തിന് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളൂ. 6, 7, 8 ഈ ലെവലിൽ ഇൻകം കിട്ടാൻ 1% നമുക്ക് കിട്ടുന്ന ഇൻകം. അതിനുവേണ്ടി സിസ്റ്റം പറയുന്നത് $100 പാക്കേജിലേക്ക് നമ്മൾ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാകണം. 5 ഡയറക്റ്റ് റെഫറൽ അവിടെയും മതി, $500 ബിസിനസ്സും മതി. 9, 10 ലെവലിലും പ്രത്യേകിച്ച് അഡീഷണൽ കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. എന്നാൽ 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് ഒരു 16% സിസ്റ്റം മാറ്റിവെച്ചിട്ടുണ്ട്. അത് കിട്ടാൻ റാങ്ക് ബോണസുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം പറയുന്നത് 10 ലെവലിൽ കിട്ടേണ്ട ഇൻകത്തിനുള്ള കണ്ടീഷന്റെ കൂടെ ഒരു $5000 ടീം വോളിയം വന്നാൽ മാത്രം മതി. അത് ഏതെങ്കിലും ലെഗിലൂടെ വന്നാലും മതി. സിൽവർ റാങ്ക് എന്ന റാങ്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് ഒരു $100 പാക്കേജ് ഒരാൾ എടുത്തു, $1000 5 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്തു. അദ്ദേഹത്തിന് ആ സ്പോട്ടിൽ സിൽവർ ആയിട്ട് മാറാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ സൂം പ്രോഗ്രാം കേൾക്കുന്ന ഒരാൾക്ക് ഈ മൊമെന്റിൽ $100 ഐഡിയ അടിച്ച് $1000 5 പേരെ റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നർത്ഥം. അത്ര സിമ്പിൾ ആണ് ഇതിന്റെ റാങ്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു സമയപരിധിയും വെച്ചിട്ടില്ല. ഒരു വർഷം കൊണ്ട് വേണമെങ്കിൽ $5000 എത്തിയാൽ മതി. പക്ഷെ ടീം വോളിയം $5000 എത്തുന്നുണ്ടോ സിൽവർ റാങ്കിലേക്ക് മാറുന്നുണ്ടാകും. സോ നമുക്ക് ഇൻകം 4% എക്സ്ട്രാ കിട്ടും അൺലിമിറ്റഡ് ലെവലിൽ നിന്ന്. ഓരോ ലെവലിലും 10% സ്ഥാനത്ത് 14% ഇൻകം മാറും. 3% സ്ഥാനത്ത് 7% ഇൻകം മാറും. ഇങ്ങനെ ലെവൽ ഇൻകം 4% നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഗോൾഡ് റാങ്കിലേക്ക് എത്തുമ്പോൾ സിസ്റ്റം പറയുന്നു ഏതെങ്കിലും 2 ലെങ്കിൽ ഓരോ സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ 5 ഡയറക്റ്റ് റെഫറൽ നമ്മൾ മിനിമം ചെയ്തിട്ടുണ്ട്. അത് 10, 20, 30 ഒക്കെ ആവാം. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ ഞാൻ നോക്കുമ്പോൾ 22 ഡയറക്റ്റ് റെഫറൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 22 ഡയറക്റ്റ് റെഫറൽ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവറിനെ ക്രിയേറ്റ് ചെയ്താൽ $25,000 ബിസിനസ്സിലേക്ക് ഞാൻ എത്തുമ്പോൾ എനിക്ക് ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇന്ന് ഞാൻ ഈ സിസ്റ്റത്തിൽ ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. ഇന്ന് ഏത് ലെവലിൽ ഒരു ബിസിനസ് നടന്നാലും 8% എനിക്ക് ഇൻകം ലഭിക്കും. ആദ്യത്തെ 10 ലെവലിലാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ ആ 8% കൂടെ ആ ലെവൽ ബോണസും കൂടെയും അഡീഷണൽ ലഭിക്കും. സോ ബിസിനസ്സിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഈ സിസ്റ്റം നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എമറാൾഡ് റാങ്കിലേക്ക് എത്തുക എന്ന ഫോക്കസിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 2 ഗോൾഡിനെയാണ്. ഏതെങ്കിലും 2 ലെവലിലുള്ള 2 ലെഗിലുള്ള ഏതെങ്കിലും ലെവലിലുള്ള ഏതെങ്കിലും 2 പേരെ ഗോൾഡ് റാങ്ക് ആക്കിയാൽ മതി. ഞാൻ നേരിട്ട് സ്പോൺസർ ചെയ്ത ആൾക്കാരാണെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരുപക്ഷെ 10ാമത്തെ ലെവൽ വന്ന ഒരാളാണ് ഗോൾഡ് റാങ്ക് ആൻഡ് ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അദ്ദേഹത്തെ ഗോൾഡ് റാങ്കിലേക്ക് മാറ്റി വേറൊരു ലെഗിൽ വേറൊരാളിൽ ഗോൾഡിലേക്ക് മാറ്റി എനിക്ക് എമറാൾഡ് റാങ്കിലേക്ക് എത്താൻ സാധിക്കും. $1 ലക്ഷം ടോട്ടൽ ബിസിനസ് ടേൺ ഓവർ മാത്രമേ സിസ്റ്റം പറയുന്നുള്ളൂ. നോക്കൂ, ഒരു ഗോൾഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ $25,000 ബിസിനസ് ആണ്. ഇപ്പൊ 2 ഗോൾഡ് റാങ്ക് എന്ന് പറയുമ്പോഴോ $50,000 ബിസിനസ് ആയി. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള $50,000 ബിസിനസ് ഞാൻ ഉണ്ടാക്കിയെടുത്താൽ എനിക്ക് എമറാൾഡ് റാങ്കിൽ എത്താൻ പറ്റും. സ്വാഭാവികമായിട്ടും 12%ത്തിലേക്ക് എന്റെ ഇൻകം കൂട്ടിയെടുക്കാം. ഓരോ ലെവലിലും ആ ഇൻകത്തിന്റെ ഇൻക്രിമെന്റ് എനിക്ക് ലഭിക്കുകയും ചെയ്യും. ഡയമണ്ട് റാങ്കിലേക്ക് എത്താൻ ഈ സിസ്റ്റം ആവശ്യപ്പെടുന്നത് 2 എമറാൾഡ്, $5 ലക്ഷം ബിസിനസ്. അതായത് ഈ രാത്രി $5 ലക്ഷം ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ജീനിയോളജി സെറ്റ് ചെയ്ത് ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നർത്ഥം. അത്രമാത്രം സിംപ്ലിസിറ്റി ഉള്ള ഒരു ബിസിനസ് ആശയമാണ് ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിന് വേണ്ടി സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ വിൻ ചെയ്യാൻ പറ്റുന്ന ഈ സിസ്റ്റം, 100% ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിലൂടെ കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതാണ് വുഡ എന്ന ടെക്നോളജിയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാർക്കറ്റിംഗ് ഇൻകത്തിലൂടെ ലഭിക്കുന്ന സാധ്യത. സോ ഈ ടെക്നോളജിയെ നമുക്കൊന്ന് കൈകോർക്കാൻ സാധിച്ചാൽ, ഈ ടെക്നോളജിയിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ, വലിയൊരു USDT കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വലിയൊരു ടീമിനെ ബിൽഡ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആകുകയാണ്. ഇന്ന് ലോകം മുഴുവൻ ക്രിപ്റ്റോ 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 പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ലോകം മുഴുവൻ നാളെ വുഡ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നടക്കാൻ പോവുകയാണ്. അതിന്റെ ബിഗിനേഴ്സ് വെറും 1174 പേർ മാത്രം എത്തിയ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാഗ്യം ലഭിക്കാത്തവർ ഇന്ന് തന്നെ കമ്മ്യൂണിറ്റി ഭാഗമായിട്ട് മാറുക. കാരണം ഈ 1100 എന്നുള്ളത് 11,000 മാറും, 1,10,000 മാറും, 10,11,00,000 മാറും. എണ്ണം കൂടുക എന്നുള്ളത് ഏത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സിസ്റ്റത്തിന്റെയും ഭാഗമായിട്ട് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന തിയറിയാണ്. സോ ആ തിയറി ഈ സിസ്റ്റത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലോകത്ത് ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സിസ്റ്റം ലോകം മുഴുവൻ ട്രെൻഡായിട്ട് മാറുമ്പോൾ അതിന്റെ പൈനേഴ്സ് ആയിട്ട് നിൽക്കാൻ, ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറാൻ
നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ഓവർ ടു ശിവദാസ് സർ. താങ്ക് യു സർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൈതാലിക്കുട്ടി എന്തെങ്കിലും ചോദിക്കാനല്ലേ ചോദിക്കാം കേട്ടോ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് റഫീഖ്, സ്ഥലം കണ്ണൂരാണ്. ഇപ്പോൾ ഉള്ളത് UAE-ലാണ്. പറഞ്ഞോളൂ സാർ, ഇത് ലിസ്റ്റഡ് ആണോ ഈ കോയിൻ? അല്ല. എക്സ്ചേഞ്ച് ലിസ്റ്റഡ് അല്ലേ? അല്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ ഗ്രോത്ത് നമ്മള് ഇതിലെന്താ വെച്ചാൽ ഈ പറയുന്ന പ്രോജക്റ്റ് നമ്മൾ നോർമലി ഒരു കഴിഞ്ഞ ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ പല ലിസ്റ്റഡ് കോയിനുകളും കണ്ടിട്ടുണ്ട് അല്ലേ? പല കോയിനുകളും മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ലിസ്റ്റഡ് ആണ്. പക്ഷെ മനസ്സിലായി. എല്ലാവരും തുല്യ ദുഃഖിതരാണ്. അതെ. അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് കോയിനുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അത് ലിസ്റ്റഡ് ആണെന്ന് പറയുന്നു, പല എക്സ്ചേഞ്ചുകളും ലിസ്റ്റഡ് ആയിട്ടെന്ന് പറയുന്നു. പക്ഷെ ഫൈനലി നോക്കുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല. അതെ, കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ് സിസ്റ്റമാണ് നമ്മൾ ഈ ടെത്രോഷനിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ പറയുന്ന ഉഡ പ്രോജക്റ്റിൽ നമ്മൾ കൊടുത്തേക്കും. കാരണം ഈ ഒരു സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പുറത്തുള്ള ഒരു ഡിപ്പെൻഡൻസി നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേറൊരു എക്സ്ചേഞ്ചിനെയോ വേറൊരു ഇതിനെയോ ഒന്നും നമ്മൾ കാരണം ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ഇതിന് പര്യാപ്തമാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ഒരു ബാങ്കിങ് സിസ്റ്റം പോലെ തന്നെ എനിക്ക് മനസ്സിലായി. അതായത് കമ്മ്യൂണിറ്റി ഗ്രോത്തിലൂടെ തന്നെ നമുക്ക് ഗ്രോ ചെയ്യാനുള്ളത്. യെസ്. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഹലോ, ചോദിച്ചോളൂ. ഇതിന്റെ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ആരാണ് ഇതിന്റെ പ്രൊമോട്ടർമാർ? ഇതിന്റെ ഒറിജിൻ കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഒരാള് ഞാനാണ്, ഒരാള് എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, സൈറ്റ് സിനോഫർ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് എന്നുള്ളതാണ്. ഒരാള് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. നിങ്ങൾ തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, നമുക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ഏത് ബ്ലോക്ക് ചെയിനിലാണ്? അപ്പോ ഇത് BP20 നമ്മള് ഇതിനകത്തേക്ക് നിങ്ങൾ പേ ചെയ്യുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺസ് കിട്ടുന്നതും രണ്ടും USDT-യിലാണ്. അതിനകത്തുള്ള കോയിൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ പർപ്പസിന് മാത്രമാണ്. അത് പുറത്തേക്ക് വരുന്നില്ല. ഫൈനൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങൾ സെല് ചെയ്യാൻ നേരത്ത് മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്റെ റിസൾട്ട് ആണല്ലോ നിങ്ങൾക്ക് ആവശ്യം. അല്ലാണ്ട് എനിക്ക് കുറെ കോയിൻ കിട്ടി കുറെ കാലം കഴിഞ്ഞിട്ട് എനിക്ക് അതിന് യാതൊരു വിലയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാൽക്കുലേഷൻ പർപ്പസിന് നമ്മൾ അതിനകത്തുള്ള ഒരു വെർച്വൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ആ വെർച്വൽ സിസ്റ്റത്തിന്റെ അതിന്റെ ബാക്കപ്പ് ഏതാ? അല്ല, ഈ വിർച്വൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്താണ് ഈ കോയിൻ എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊരു വെർച്വൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ബാക്കപ്പ് നമ്മൾ കൊടുക്കുന്നത് USDT-യുടെ ലിക്വിഡിറ്റി ആണ്. നോർമലി ഉള്ള നമ്മൾ പുറത്ത് കാണുന്ന എല്ലാ കോൺസെപ്റ്റ് ഏതാ? ഇത് ആക്ച്വലി ലിസ്റ്റ് ആവാനായിട്ട് ചാൻസ് ഇല്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് ലിസ്റ്റ് ആവുന്നത്? അല്ല, നമുക്ക് ഇത് സെല്ല് ചെയ്യണം. ഇപ്പൊ ഇതൊരു ഡിജിറ്റൽ കാരണം മാർക്കറ്റിൽ ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മാർക്കറ്റിൽ 10,000 കണക്കിന് കോയിനുകൾ ടോക്കണുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പല പല എക്സ്ചേഞ്ചുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും സക്സസ്ഫുൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് എടുത്തത്. കാരണം ഇതിൽ വരുന്ന ഓരോ ഇൻവെസ്റ്റർക്കും അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു സമയത്ത് പ്രോഫിറ്റബിൾ ആയി വരുന്ന സമയത്ത് അയാൾക്ക് വിഡ്രോ ചെയ്യുമ്പോൾ അയാൾക്ക് വാല്യൂ കിട്ടണം.
നിങ്ങൾക്ക് കുറെ പല പ്രോജക്റ്റിലും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കോയിനുകൾ നിങ്ങൾക്ക് തരുന്നു. പക്ഷെ നാളെ അതിന് വാല്യൂ ഇല്ല. ഇത് ഞാൻ 10 കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ ഇതിലിപ്പോ വാല്യൂ കൂടുന്ന ഒരു സിസ്റ്റം പറഞ്ഞല്ലോ, ആ സിസ്റ്റത്തില് ഇതിന് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടല്ലേ ഇത് കമ്പൽ ചെയ്യുന്ന ഈ സിസ്റ്റം? നിർബന്ധമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ 2 ഇരട്ടി എടുക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ റീഇൻവെസ്റ്റ്മെന്റും ആവശ്യമില്ല. അത് ശരി. 2 ഇരട്ടിയുടെ മുകളിൽ നിങ്ങളുടെ കോയിന്റെ വാല്യൂ പോയാൽ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐഡിയുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ $100 ചെയ്തപ്പോൾ അന്ന് കിട്ടിയിട്ടുള്ള കോയിൻ 3500 കോയിനാണ്. അല്ലെങ്കിൽ വെർച്വൽ കോയിൻ 3500 ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത്, നമ്മൾ കോയിന്റെ ഒരു വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അന്നത്തെ വാല്യൂ 0.01 ആയിരുന്നു. അപ്പൊ $100 ചെയ്യുന്ന ഒരാൾക്ക് 35% ആണ് നമ്മൾ കോയിൻ അലോട്ട്മെന്റ് ചെയ്യാം. ആ 35%ത്തിന് 3500 കോയിൻ കിട്ടിയിരുന്നു. ഓക്കെ. ഇന്നിപ്പോ സാറ് പറഞ്ഞ നേരത്തെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 171 കോയിനാണ് കിട്ടിയത്. അത് അതിന്റെ റേറ്റ് കയറുന്ന അനുസരിച്ച് കോയിനുകളുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ 3500 കോയിൻ കിട്ടിയിട്ടുള്ള ആ ഒരു ഐഡിയയില് അവർ ഇന്ന് സെല് ചെയ്യാൻ പോയാൽ അവർക്ക് ഇന്നത്തെ റേറ്റ് ആയിട്ടുള്ള 0.204 സംതിങ് ആണ് ഇപ്പോഴത്തെ കറണ്ട് റേറ്റ്. അപ്പൊ ആ റേറ്റിൽ അവർ കൊടുക്കുകയാണെങ്കിൽ 3500-ന് അത്രയും റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ $700 സംതിങ് അവർക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ തുടങ്ങിയത് മാർച്ച് 21 2024. ഇന്ന് ഒക്ടോബർ 7 അപ്പൊ 6 മാസം ചില്ലറ ദിവസം ആയിട്ടുള്ളൂ. 6 മാസം ചില്ലറ ദിവസം കൊണ്ട് ഈ പറയുന്ന ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. 7 ഇരട്ടി ഗ്രോത്ത്. അല്ല, നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ ഒരുപാട് കോയിൻസ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഉണ്ടല്ലോ. അപ്പൊ ഇതൊരു ലാസ്റ്റ് ഇപ്പൊ ഇത് എന്ത് ഗ്യാരണ്ടി ആണ് നമുക്ക് ഇതില് ഇൻവെസ്റ്റേഴ്സിനുള്ളത്? ഈ സിസ്റ്റം തന്നെയാണ് ഇതിന്റെ ഗ്യാരണ്ടി. കാരണം നിങ്ങൾക്ക് എന്നും നിങ്ങൾക്ക് അതിന്റെ ലിക്വിഡിറ്റി വാച്ച് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും ഇതിലുള്ള ഇത്രയും അധികം മെമ്പേഴ്സ് ഉണ്ട്. ഈ 1000 ചില്ലാനം മെമ്പേഴ്സ് ഉണ്ട്. ഈ 1000 ചില്ലാനം മെമ്പേഴ്സും ഹോൾഡ് ചെയ്യുന്ന കോയിന്റെ ഇന്നത്തെ വില അനുസരിച്ച് ഉള്ള ലിക്വിഡിറ്റി നിങ്ങൾക്ക് അവിടെ ലിക്വിഡിറ്റി ബാലൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഐഡി ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ലിക്വിഡിറ്റി ബാലൻസ് കാണാൻ പറ്റും. ആ ലിക്വിഡിറ്റി ബാലൻസും ടോട്ടൽ എത്ര കോയിൻ ഉണ്ട് എന്നുള്ളത് ആ കോയിനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ റേറ്റ് കിട്ടും. അപ്പൊ എല്ലാവർക്കും അവിടെ വാല്യൂ ഉണ്ട്. ഇതിന് എത്ര കോയിൻ ഈ സിസ്റ്റം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത്രയും വാല്യൂ ആ കോയിൻ ഉണ്ട്. അത് ദിനം പ്രതി ഓരോരോ ട്രാൻസാക്ഷനിലും, അത് വാങ്ങിയാലും ശരി വിറ്റാലും ശരി, ആ വില കൂടുകയുള്ളൂ. കൂടുന്ന ഒരു മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. അങ്ങനെ ഒന്നുമില്ല, യൂട്ടിലിറ്റി അങ്ങനത്തെ ഒന്നുമില്ല, ആവശ്യമില്ല. കാരണം ഞാൻ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ് അല്ലേ? അസറ്റ് ആണോ? അതെ. അതെ. ഒരു അസറ്റ്, ഗോൾഡ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണോ? അതെ, ആണല്ലോ. ഗോൾഡ് വെച്ചിട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യോ? ഇല്ല. എന്തുകൊണ്ട്? അത് ഒരു അസറ്റ് അല്ലേ, അത് വെച്ചിട്ട് ഇപ്പോ ക്രിപ്റ്റോ ഒരു അസറ്റ് അല്ലേ? ക്രിപ്റ്റോ അസറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാണ് യൂട്ടിലിറ്റി? എന്തിനാണ് നിങ്ങൾക്ക് ഒരു കറൻസിയുടെ ഫംഗ്ഷൻ ചെയ്യണത്? കറൻസി എന്താണ്, അസറ്റ് എന്താണെന്ന് നമ്മൾ അറിയേണ്ടി വരും. കറൻസിക്ക് വാല്യൂ അപ്രിസിയേഷൻ ഇല്ല. 100 രൂപ 100 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം നമ്മുടെ അലമാരക്കകത്ത് നമ്മൾ 100 രൂപ വെച്ച് കഴിഞ്ഞാൽ ആ 100 രൂപ 10 കൊല്ലം കഴിഞ്ഞാലും അതിന് 100 രൂപ തന്നെയാണ് വാല്യൂ, റൈറ്റ്? നേരെ മറിച്ച് 100 രൂപയുടെ സ്വർണം നിങ്ങൾ അലമാരയ്ക്കുള്ളിൽ വെച്ച് 10 കൊല്ലം കഴിഞ്ഞാൽ ആ 100 രൂപയുടെ സ്വർണം ചിലപ്പോ 500 രൂപ ഉണ്ടാവും. ഇതാണ് അസറ്റും കറൻസിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് കറൻസിയാണ്. ദാറ്റ് ഇസ് ഇന്ത്യൻ റുപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒരു ഗോൾഡ് വെച്ച് ചെയ്യുന്നത്? ഇന്ത്യൻ റുപ്പി വെച്ച് നിങ്ങൾക്ക് ചെയ്യാലോ. അപ്പോ അങ്ങനെയാണെങ്കിലേ ഇതിന് നിയമപരമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിനൊരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു അസറ്റ് വെച്ചിട്ട് എന്തിനാണ് യൂട്ടിലിറ്റി?
നിങ്ങൾ അസറ്റ് സൂക്ഷിക്കുക. അസറ്റ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിന് നല്ലൊരു വില കിട്ടും. ആ വിലയിൽ നിങ്ങൾ അത് വിറ്റ് അതിനാണല്ലോ നമ്മൾ അസറ്റ് വാങ്ങിക്കുന്നത്. അത് പ്രോപ്പർട്ടി ആയാലും ശരി, എന്താണെങ്കിലും നമ്മൾ അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറി അല്ല, വെച്ചിട്ടല്ല ഞാൻ അസറ്റിനൊരു യൂട്ടിലിറ്റി ചെയ്യാം. ഡിമാൻഡ് ഉണ്ടെങ്കിലാണല്ലോ വാല്യൂ കൂടുള്ളൂ, അല്ലാതെ വെറുതെ കൂടില്ലല്ലോ. ഏതിപ്പോ ഗോൾഡ് ആയാലും നമ്മളതോ ഡിമാൻഡ് നമ്മളതോ ഉണ്ടെങ്കിലല്ലേ വാല്യൂ കൂടുള്ളൂ. അതെ, അങ്ങനെയായിരുന്നു. ബിറ്റ്കോയിൻ അല്ലാതെ വരുന്നതിന് മുമ്പ് 2008 സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഭൂമിയിൽ എക്കണോമി ഭയങ്കരമായിട്ട് താറുമാറായി കിടക്കുന്ന ഒരു സിസ്റ്റം വന്ന സമയത്ത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്താണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നത്. ബിറ്റ്കോയിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ? ഡിമാൻഡ് ആൻഡ് സപ്ലൈനനുസരിച്ച് റേറ്റ് കൂടുന്നതല്ലേ. ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ അവിടെ വരുന്നത്? അവിടെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം. മറ്റത് അങ്ങനെയല്ല. എനിക്ക് അതിന്റെ മലയാളം വാക്ക് എനിക്കറിയില്ല. ഡിഫ്ലേഷണറി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പണച്ചുരുക്കം. പണച്ചുരുക്കം. അപ്പൊ എന്ത് പറ്റും? ഇതിന്റെ വാല്യൂ കൂടിയേ പോവുള്ളൂ. ഞാൻ ആദ്യമായിട്ട് 12,000 രൂപയ്ക്കാണ് ബിറ്റ്കോയിൻ വാങ്ങുന്നത്. ഇന്ന് ഞാൻ ഒരു ബിറ്റ്കോയിൻ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് 53 ലക്ഷം 55 ലക്ഷം രൂപ കൊടുക്കണം, അതേ ബിറ്റ്കോയിന്. മനസ്സിലായി? അപ്പൊ ഒരു ഡിഫ്ലേഷണറി ആയിട്ടുള്ള സിസ്റ്റമാണ്. കാരണം എന്താ? അതിന്റെ സപ്ലൈ ലിമിറ്റഡ് ആണ്. സപ്ലൈ കുറഞ്ഞു വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടാണോ പറയുന്നത്, നെഗറ്റീവ് ആയിട്ടാണോ പറയുന്നത്? ഇപ്പൊ ഈ ബിറ്റ്കോയിന്റെ കാര്യം, ക്രിപ്റ്റോ കറൻസി വന്നപ്പോ അത് പോസിറ്റീവ് ആണ് മാർക്കറ്റിൽ. കാരണം വൻകിട ഫണ്ട് മാനേജേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ എല്ലാവരും ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അവരുടെ അസറ്റിന്റെ ഒരു 10 to 15% അല്ലെങ്കിൽ 20% അവർ ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ച് സേവ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഒരിക്കലും വിൽക്കേണ്ട ആവശ്യമില്ല. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ ഉള്ള അസറ്റുകൾ അവർ സ്റ്റോക്ക് മാർക്കറ്റിലാണ് അവർ വെക്കുന്നത്. സ്റ്റോക്കുകൾ ഇപ്പൊ അംബാനിയുടെ അസറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത്? അംബാനി ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾ, അംബാനി ഹോൾഡ് ചെയ്യുന്ന അസറ്റുകൾ, അല്ലേ? അപ്പൊ ഇവിടെ വൻകിട സ്ഥാപനങ്ങളെല്ലാവരും അവരവർ ഹോൾഡ് ചെയ്യുന്ന അസറ്റുകൾ എന്താണോ ആ അസറ്റിന്റെ ടോട്ടലാണ് അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയാം. അപ്പൊ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രിപ്റ്റോ കറൻസികൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ ഇനിയും ഒരുപാട് ഹൈറ്റിലേക്ക് പോകാനുള്ള ചാൻസുകൾ ഉണ്ട്. കാരണം അതിന്റെ സപ്ലൈ വളരെ ലിമിറ്റഡ് ആണ്. നേരെ മറിച്ച് അമേരിക്കൻ ഡോളർ എത്രത്തോളം പ്രിന്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു കണക്കും ഉണ്ടാവില്ല. പക്ഷെ ബിറ്റ്കോയിൻ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 1,97,00,000 ചില്ലാനുണ്ടെന്ന് പറയും. അത്രയും ബിറ്റ്കോയിൻ ആണ് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് അമേരിക്കൻ ഡോളർ അല്ലെങ്കിൽ കുവൈറ്റി ദിനാർ അല്ലെങ്കിൽ എന്താ പറയാ അറബ് എമിറേറ്റ്സിന്റെ ദിറംസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയാ നിങ്ങള്? നിങ്ങൾക്ക് എന്തെങ്കിലും കണക്കുണ്ടോ അതിനെ? അതിന്റെ അതോറിറ്റിക്ക് അതിനൊരു കണക്കുണ്ടാവും എന്തായാലും, നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും. അത് ട്രാൻസ്പാരൻസി ഇല്ലല്ലോ. പൊതുജനത്തിന് അറിയോ? അത് ശരിയാണ്. പക്ഷെ ബിറ്റ്കോയിൻ എത്രയുണ്ടെന്നുള്ളത് ഏതൊരു വ്യക്തിക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. ബ്ലോക്ക് ചെയിനിൽ പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത്ര കോയിൻ ആണ് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ മിനിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എക്സാക്ട്ലി നമുക്കറിയാം ഇത്രയാണ് ഇതിന്റെ സപ്ലൈ. മനസ്സിലാവുണ്ടോ? അതാണ് വ്യത്യാസം. ആ ഒരു സിസ്റ്റം വന്നപ്പോ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോ അസറ്റ് എന്ന് പറയുന്ന, കാരണം ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ ക്രിപ്റ്റോ കറൻസി എന്നോ അല്ലെങ്കിൽ അത് കറൻസിയാണ്, അതൊരു അസറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മീഡിയം ഓഫ് ട്രാൻസ്ഫർ ആണ്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതെ, ഈ ബിറ്റ്കോയിൻ ഉണ്ടല്ലോ, ബിറ്റ്കോയിന്റെ കേസിൽ പറഞ്ഞില്ലേ, അപ്പൊ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇത്ര വർഷങ്ങളായിട്ട് അത് ആരാണ് റൺ ചെയ്യണേ നമുക്കിപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അല്ല, അത് ശരിയാണ്. അപ്പൊ അത് ഒരാൾക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് റൺ ആവും, അതിന്റെ ആവശ്യമില്ല. ശരിയാണ്. ഈ പ്രൊജക്ട് ആർക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമോ? ഈ പ്രോജക്റ്റും നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. കാരണം ഇത് എൻറ്റയർലി നമ്മൾ ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്.
അതെ, അല്ല ഇപ്പൊ നിങ്ങൾ നമുക്ക് ഇതിൽ വരുന്ന നിങ്ങളുടെ ഒരു ഒറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ. ഇതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിന്റെ ഭാഗമല്ല. ഓക്കെ. ആ വെബ്സൈറ്റിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഇതിന്റെ ടെതറോഷിന്റെ വെബ്സൈറ്റ് 2027 വരെ രജിസ്റ്റേർഡ് ആണ്. ഓക്കെ. നമ്മൾ ഇതിന് ബാക്കപ്പിൽ ഉപയോഗിക്കുന്ന സെർവറുകളുണ്ട്. കാരണം ഡാറ്റാബേസ് ഹോൾഡ് ചെയ്യുന്ന സെർവർ വേറെ, ബ്ലോക്ക് ചെയിൻ ഹോൾഡ് ചെയ്യുന്നത് വേറെ, രണ്ടാണ്. ഓക്കെ. ആ ഡാറ്റാബേസ് ഹോൾഡ് ചെയ്യുന്ന സെർവർ നമ്മൾ ആമസോണിലാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ആമസോണിന്റെ AWS ഉണ്ട്, ആമസോൺ വെബ് സർവീസ് എന്ന് പറയും. അതിലാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അത് കോസ്റ്റ്ലിയാണ്, സാധാരണത്തെക്കാട്ടും 10 ഇരട്ടി കോസ്റ്റ് ആണ് അതിന്. ഓക്കെ. അപ്പൊ നമ്മൾ അതാണ് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് പോയിക്കൊണ്ടിരുന്നോളും. അല്ല, അതൊരു പേഴ്സൺ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണെന്ന് അല്ലേ ഏത് ഈ വെബ് സർവീസ് എന്ന് പറയുന്നത്? അത് അതുകൊണ്ടല്ല, ഇങ്ങനെ ഇപ്പൊ MTF അതിനൊക്കെ ഫണ്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒരാള് സുപ്രഭാതത്തില് സ്റ്റോപ്പ് ചെയ്ത് പോയതാണ്. അതുപോലെ ഒരു ചാൻസ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്നറിയാനാണ്. ചാൻസ് ഇല്ല. കാരണം MTF ഒരിക്കലും ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡഡ് അല്ല. ഇതപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ MTF ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. നിങ്ങൾ MTF-യുടെ സൈറ്റിലേക്ക് ആണ് നിങ്ങൾ ഈ ഇത് കൊടുക്കുന്നത്. നിങ്ങളുടെ പേയ്മെന്റ്സ് ഒക്കെ എങ്ങോട്ടാ പോയത്? അവരുടെ ഒരു സൈറ്റിലേക്കാണ്. അവർക്ക് എൻറ്റയർ സൈറ്റ് കൺട്രോൾ ഉണ്ട്. ഓക്കെ. ഇതിലെങ്ങനെയാണ് അപ്പൊ നമുക്ക് നമ്മള് അങ്ങനത്തെ ഒരു ഉദ്ദേശം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കില്ല. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് എന്താ വെച്ചാൽ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അഡ്മിന് ആ ഫണ്ട് എടുക്കാനുള്ള അനുവാദമില്ല. ഓക്കെ. MTF-ൽ കോടിക്കണക്കിന് ഡോളേഴ്സ് അതിനകത്ത് വരുമ്പോ അതിന്റെ കംപ്ലീറ്റ് ആക്സസ് അതിന്റെ ഓണേഴ്സിനുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ അഡ്മിനാണ്. അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഈ ഒരു ഫോർമുല ഉണ്ടാക്കിയത്. ഓക്കെ. പക്ഷെ ഞങ്ങൾക്ക് പോലും ആക്സസ് ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ അതിന്റെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ വാലറ്റിനെ ഞങ്ങൾ ഫ്രീസ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് അതിലേക്ക് കൈയിട്ട് മാന്താൻ പറ്റില്ല. ഓക്കെ. മനസ്സിലാവുണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് അത് നിർത്തിവെക്കുന്നത്? ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പലരും ഞങ്ങൾ ട്രെയിനിങ് സെഷനിലൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്മിൻ വാലറ്റും അഡ്മിന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന്റെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് അതിൽ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്രെയിനിങ്സിൽ. ആരും അഡ്മിൻ സോഫ്റ്റ്വെയർ ഇന്നേ വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു പ്രോഗ്രാമിലും നിങ്ങൾ ഇന്നേ വരെ അഡ്മിന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സിന് ഞങ്ങൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? നമ്മൾ അത്രയും ട്രാൻസ്പെറൻസി. കാരണം എന്താ വെച്ചാൽ നമുക്ക് 5% ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഐഡിയിലാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് ID ഉണ്ട്. എല്ലാവർക്കും എല്ലാ കമ്പനിയിലും അവരവരുടെ മെയിൻ ആൾക്കാർക്കൊക്കെ ID ഉണ്ട്. ടോപ്പ് ഐഡികൾ ഉണ്ടാവുമല്ലോ. നമ്മൾക്കും ID ഉണ്ട്. ഞങ്ങൾ ആ ഐഡിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊമോഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അഡ്മിനിൽ ആകെ വരുന്നത് 5%. ഈ 5% കൊണ്ട് നമ്മുടെ സെർവർ മെയിൻ്റനൻസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. ഇപ്പോ കുറച്ച് ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് വരും. കാരണം ടേൺ ഓവർ കൂടുന്നതനുസരിച്ച് അത് കൂടും. എങ്കിലും 100 രൂപ കയറുമ്പോൾ 5 രൂപ ഇതിനകത്ത് വരുള്ളേ. അത്രയും നമുക്ക് ആക്സസ് ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ആക്സസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ കൈയിട്ട് മാന്താനോ അല്ലെങ്കിൽ ഇത് നിർത്തി വെച്ചിട്ട് നമുക്ക് ആ ഫണ്ട് എടുത്തിട്ട് ഓടിപ്പോകാനോ സാധ്യമല്ല. ഇമ്പോസിബിൾ. അത് ഞങ്ങൾ ആദ്യമേ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യണ സമയത്ത് അതാണ് ഞങ്ങളുടെ ഫസ്റ്റ്. ഞങ്ങൾ ഇതിന്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യണമല്ലോ. പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ആദ്യം വെച്ച നിർബന്ധം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങള് സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്ത ദിവസം തന്നെ അത് എൻക്രിപ്ഷൻ ഫോർമുലയിലാണ് ചെയ്തേക്കുന്നത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൈവറ്റ് കീ ഞങ്ങളുടെ കയ്യിലില്ല. അത് സിസ്റ്റത്തിന് മാത്രം റീഡ് ചെയ്യാവുന്ന ഒരു ഫോർമാറ്റിലായതുകൊണ്ട് സിസ്റ്റത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു ഗൂഗിളിൽ ഒരു പാസ്വേഡ് അടിക്കുമ്പോൾ പാസ്വേഡ് ഇങ്ങനെ ഡോട്ട് അങ്ങനെയല്ലേ വരിക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഗൂഗിളിൽ കണ്ടുകൂടെ അത്? അറിയില്ല. അല്ല,
ആ ബാക്ക് എൻഡിൽ ഇരിക്കുന്ന സിസ്റ്റത്തിന് മനസ്സിലാവും നിങ്ങൾ ഈ പാസ്വേഡ് അടിച്ചത് കറക്റ്റ് ആണെന്നുള്ള അതിനറിയാം, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ഓക്കെ. അതിനാണ് എൻക്രിപ്ഷൻ എന്ന് പറയാം. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ സിസ്റ്റങ്ങളാണ്. അത് ശരി. കുറച്ചു കാലം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഈ Web3 ടെക്നോളജി ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നത്. ഓക്കെ ഓക്കെ അതിനാണ് നമ്മൾ ഈ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ശരി. ഞങ്ങൾക്ക് അതുകൊണ്ട് നമുക്ക് കൈവിട്ട് വരാനൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് നിർത്തി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. അതുകൊണ്ട് ചോദിച്ചല്ല, മാർക്കറ്റിൽ ഇങ്ങനെ കുറെ കോയിൻസ് ഇങ്ങനെ ഈ ഉണ്ട്. ഫണ്ടിങ് ഇതൊക്കെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്നൊക്കെ. അത് അറിഞ്ഞിരിക്കണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് അറിയണം. നമ്മൾ ഇതിന്റെ എല്ലാം വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് നമ്മൾ എല്ലാവർക്കും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ അല്ലേ. കാരണം നിങ്ങളെക്കാട്ടും മുമ്പ് ഇതിനൊക്കെ ഇരയായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പല പല പ്രോജക്റ്റുകളിൽ നമുക്ക് അടി ഇടി ഒക്കെ കൊണ്ടിട്ടുള്ളതാ. അത് ശരി. ഓക്കെ. 99%, 100-ൽ 99% ഇതുപോലത്തെ പ്രോജക്റ്റുകൾ വരും, ജനങ്ങളുടെ പൈസയും കൊണ്ടുപോകും. കുറച്ച് നാളൊക്കെ നല്ല രീതിയിലായിരിക്കും, ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഫൈനലി ഒരു ദിവസം ചിലപ്പോൾ 1 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 6 മാസമായിരിക്കും, 3 മാസമായിരിക്കും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഫൈനൽ ഇന്റൻഷൻ നിങ്ങളുടെ പൈസ കൊണ്ടുപോകാന്നുള്ള. പക്ഷെ ഇത് എങ്ങനെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാവുക? ഇതിപ്പോ നിങ്ങൾ പറയുന്ന കാര്യം അവര് പറഞ്ഞിരുന്ന കാര്യം തമ്മില് ഇപ്പൊ ഒരു ടെക്നോളജി ആയതുകൊണ്ട് ഇതിപ്പോ ആർക്കും കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഭവം അല്ലല്ലോ. ഇപ്പൊ നിങ്ങളിത് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നു, പോകുന്നു, അവസാനം ഫണ്ടായിട്ട് പോകുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവണ ഇത് ഇത് അവരും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, അപ്പൊ ഇവരും ഇത് തന്നെയല്ലേ പറയണത്. ഇതിപ്പോ എന്ത് മാർഗം ഉള്ളത്? അപ്പൊ അതിനെ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താ പേരെന്തായിരുന്നു? ഞാൻ പേര് നോക്കിയില്ലായിരുന്നു. പേര് റെഡ്മിന്നോ? റെഡ്മിക്ക് ഒരു പേരുണ്ടോ? രാജേഷ്. ഓക്കെ, രാജേഷ്. നമ്മള് ഈ പ്രോജക്റ്റിനെ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്തു, ആ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള കോഡിങ് എന്താണ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ബ്ലോക്ക് ചെയിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ഇങ്ങനെ ഓരോന്നും ഉണ്ടാവും. അതിന്റെ ലോഗിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഇവന്റ്സിൽ പോയി കഴിഞ്ഞാൽ ഓരോ എൻട്രിയും എന്താണ്, ഏതാണ്, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടാവും. അത് MLM-നുള്ള വിഡ്രോയൽ ആണോ, MLM കമ്മീഷൻ ആണോ, അതോ കോയിൻ വിറ്റതാണോ, അതോ അഡ്മിൻ കമ്മീഷൻ എടുത്തതാണോ, അതോ ഇൻവെസ്റ്റ്മെന്റ് പൂളിൽ നിന്നുള്ള കിട്ടിയിട്ടുള്ള കമ്മീഷൻ ആണോ, നിങ്ങൾ ഇങ്ങനെ ഓരോന്നിനും ഒരു ഒരു നറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അത് അഡ്മിൻ എടുത്താലും അങ്ങനെ തന്നെയാ. പല പ്രോജക്റ്റിലും നിങ്ങൾ പോയിക്കോ, നിങ്ങൾ നോക്കിക്കോ, അവിടെ വെറുതെ ട്രാൻസ്ഫർ അങ്ങനെയൊക്കെ കാണിക്കുകയുള്ളൂ. ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാം ആണെന്ന് പറയുകയും ചെയ്യും, പക്ഷെ ട്രാൻസ്ഫർ എന്ന് മാത്രമേ അതിനകത്ത് കാണിക്കുകയുള്ളൂ. എന്തിനാണ് ഇത് പോയെന്നുള്ളത് കാണിക്കില്ല. പിന്നെ ഫണ്ട് മെയിൻ ആയിട്ട് അവിടെ കിടക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഈ ടെത്രോഷിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ $42,000 അടുത്ത് അപ്രോക്സിമേറ്റ്ലി കിടക്കുന്നുണ്ട്. $42,000 കിടക്കുന്നുണ്ട്. ആ എമൗണ്ടിലേക്ക് നമുക്ക് യാതൊരു വിധത്തിലുള്ള ആക്സസും ഇല്ല. അത് ഇതിലുള്ള മെമ്പേഴ്സിന് മാത്രമാണ് ആക്സസ് ഉള്ളൂ. മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരുടെയെങ്കിലും കയ്യിൽ കോയിൻ ഉണ്ടോ, ഒരു കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ട്. അത് എത്ര വർഷം കഴിഞ്ഞാലും ഉണ്ടാവും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നിങ്ങളുടെ കോയിൻ ആയിട്ടാണ് കണക്റ്റഡ് ആണ് ആ പറയുന്ന എമൗണ്ട്. മനസ്സിലായോ? ഇത് ട്രസ്റ്റ് വാലറ്റിലൊക്കെ നമുക്ക് അങ്ങനെ വരുന്ന ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, ഈ മൂന്നും ഇതെല്ലാം ബ്ലോക്ക് ചെയിൻ ആണ്. ഈ ബ്ലോക്ക് ചെയിൻ വാലറ്റുകളാണ്. ബ്ലോക്ക് ചെയിൻ വാലറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്ലോക്ക് ചെയിൻ വാലറ്റിനും ഒരു സിമിലാരിറ്റി ഉണ്ട്. കാരണം നിങ്ങൾ ആ വാലറ്റിന്റെ ഉള്ളിലല്ല നിങ്ങൾ ആ കോയിൻ ഹോൾഡ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങളുടെ കോയിൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ സിസ്റ്റം ഇരിക്കുന്നത് ബ്ലോക്ക് ചെയിനിലാണ്. ബ്ലോക്ക് ചെയിനിന്റെ ഒരു ഫ്രണ്ട് എൻഡ് ഇന്റർഫേസ് മാത്രമാണ് ഈ ബ്ലോക്ക് ചെയിൻ വാലറ്റ്. ടെതറോഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന 12 വേർഡ്സ് ട്രസ്റ്റ് വാലറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന 12 വേർഡ്സ് ഇല്ലേ, ആ 12 വേർഡ്സ് എടുത്തിട്ട് നിങ്ങൾ ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ 12 വേർഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതേ വാലറ്റിന്റെ ക്വാണ്ടിറ്റി അവിടെയും കാണാൻ പറ്റും.
100 ഇതുപോലത്തെ വാലറ്റുകളുണ്ട്. വാലറ്റ് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഇന്റർഫേസ് ആണ് നമുക്ക്. നമുക്ക് ആ കോയിനെ, ബ്ലോക്ക് ചെയിനിൽ കിടക്കുന്ന കോയിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഈ വാലറ്റുകൾ. അല്ലാണ്ട് ട്രസ്റ്റ് വാലറ്റ് ഒന്ന്, ടോക്കൺ പോക്കറ്റ് ഒന്ന്, മെറ്റമാസ്ക് വേറെ ഒന്ന്, മാത്ത് വാലറ്റ് ഉണ്ട്, അങ്ങനെ കുറെ വാലറ്റുകൾ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്, നമുക്ക് സിങ്ക് ചെയ്യണമല്ലോ, നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സിങ്ക് ചെയ്യുന്ന 3 വാലറ്റുകൾ ഈ പറയുന്ന 3 അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഓരോന്നിനും ഓരോരോ സ്പീഡുകളുണ്ട്. അതിൽ ഏറ്റവും നല്ലത് ടോക്കൺ പോക്കറ്റ് ആണ്. അതെ. ട്രസ്റ്റ് വാലറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോഡാണ് ട്രസ്റ്റ് വാലറ്റില്. അതിന്റെ കോൺഫിഗറേഷൻ ചില നേരത്തെ എറർ വരും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് ടോക്കൺ പോക്കറ്റ്. ഇതിൽ ജോയിൻ ചെയ്തതാണോ രാജേഷ്? അല്ല, ഞാനിത് പ്ലാൻ കേൾക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ചോദിച്ചത്, അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, എനിവേ താങ്ക് യു. ഇത് ഡൗട്ട്സ് ഒക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് തന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? 9:58. 61 പേരുണ്ട്. അബ്ദുൽ സാർ പറയൂ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. പറയൂ സാർ, ഗുഡ് ഈവനിങ്. സാർ പറയുന്നതൊക്കെ മുഴുവൻ കേട്ടു, വളരെ തൃപ്തിയാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട് സാർ. ഇപ്പം ഈ നിങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഉണ്ട്, ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് സാറിന് ഇപ്പൊ ഈ 5% പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളും എടുക്കൂലേ? ഞങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും. അതിനുള്ള ക്യാപിറ്റൽ നിങ്ങൾക്കിപ്പം 2 പേരായിരിക്കില്ല, കുറച്ച് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് ബെനിഫിറ്റ്. ഞങ്ങൾക്ക് ഇൻവെസ്റ്റർ ഉണ്ട്. അതെ. അപ്പൊ അവർക്ക് ബെനിഫിറ്റ് പെട്ടെന്ന് തിരിച്ചു കിട്ടാത്തതിൽ എന്തെങ്കിലും ഒരു ആശങ്ക അവർ അങ്ങനെ ഒരു ഉണ്ടാവും? ബെനിഫിറ്റ് നമ്മുടെ അടുത്ത് പെട്ടെന്ന് കിട്ടണം ചോദിച്ചിട്ടില്ല. അവരും കൂടി അംഗങ്ങളായിരിക്കും അല്ലെ ഇതിലിങ്ങനെ കോയിൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും? ആണല്ലോ. ഓക്കെ. അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള അവർ കോയിൻ വാങ്ങുക മാത്രമല്ല, അവർ ഇതിന് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു $100 USDT നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാർ പറഞ്ഞു ഇപ്പൊ ഡബിൾ ആവുന്നത് വരെ നമുക്ക് എടുക്കാമല്ലോ അല്ലേ? ഡബിൾ ആവുന്ന വരെ നിങ്ങൾക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ എത്ര കൂടുതൽ പോയി നമ്മള് ഡബിളിൽ കൂടുതൽ പോയാൽ നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം. നമ്മളൊരു വെഹിക്കിളിന് ഇന്ധനം അടിക്കണ പോലെയാ. ശരി, മനസ്സിലായി. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ സാർ, അത്രേ ഉള്ളൂ. അപ്പോ ഓക്കെ, പിന്നെ ഞാൻ ജോയിൻ ചെയ്യാം. അപ്പൊ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻവിറ്റേഷൻ കോഡ് ആവശ്യമില്ലേ? ഇൻവിറ്റേഷൻ കോഡ് ഉണ്ട്. ആരാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരുടെ അടുത്ത് ചോദിക്കാം. സാർ, ഇത് ഞാൻ ഡയറക്റ്റ് എനിക്ക് കിട്ടിയതാണ്, പക്ഷെ അതിലൊന്നും ഇൻവിറ്റേഷൻ കോഡ് കാണുന്നില്ല. ആരെങ്കിലും ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പോ എന്തെങ്കിലും ഗ്രൂപ്പിന്റെ അഡ്മിൻ ഉണ്ടാവും, അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ സാർ. താങ്ക് യു. ശരി, താങ്ക് യു വെരി മച്ച്. ഓക്കെ. സജീർ. നമസ്കാരം സാറേ. നമസ്കാരം. ആരെങ്കിലും പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് പറയാണ്. നമ്മുടെ കയ്യില് ഇത് കിട്ടിയത് ജൂണിലാണ്. ഞാൻ ഇപ്പൊ നേരത്തെ റെഡ്മി എന്നുള്ള സാറ് സംസാരിച്ച കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിലും കൂടുതൽ സംശയങ്ങളായിട്ട് ഞാൻ വന്നിരുന്നതാണ് അഡ്മിൻ പാനലിന്റെ മുന്നിൽ. അതിനുശേഷം അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നപ്പോ ഞാനൊരു 5000 USDTക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ആ ചെയ്തതിന്റെ ഗുണം എനിക്ക് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അന്ന് എടുക്കുമ്പോ 18 രൂപയായിരുന്നു വില. ഇപ്പോ വില 20 രൂപ ഇല്ല, 18 ഇല്ല, 17 പോയിന്റ് സംതിങ്, 17,200 300 ആയിരുന്നു അന്നത്തെ വില. ജൂണില് നമ്മൾ 100 സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ 8-ാം തീയതിയാണ് ബാക്കി ബാലൻസ് 4700 സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ ടോട്ടൽ 5000. അപ്പൊ നമുക്ക് ഇപ്പൊ സംബന്ധിച്ച് ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് അന്ന് നമ്മുടെ അപ്ലൈൻ പറഞ്ഞതിന്റെ ആ ഗുണങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ആവറേജ് ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോ ആവറേജ് 10 പൈസ വെച്ച് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഇനി നാളെ അത് 21 ആവും, 25 ആവും, 30 ആവും, അങ്ങനെ പെർ ഡേ ഇനി ആ പറഞ്ഞ പോലെ ഗ്രോത്ത് കൂടണത് മുഴുവൻ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അതോ? തീർച്ചയായും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെ, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും മറ്റുള്ളവർ പ്രൊമോട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ട്.
തീർച്ചയായും അതെ. കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനതൊന്ന് പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസപൂർവ്വം ചെയ്യാന്നുള്ളൊരു ഇതിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. താങ്ക് യു വെരി മച്ച്. അതെ, ഓക്കെ, താങ്ക് യു സാറേ. ഒരുപാട് നീണ്ടുപോയെങ്കിലും ഓക്കെ, ഞാൻ പിൻവാങ്ങാണ്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. താങ്ക് യു. സാർ ബിനോയ്. ഇത് ഹലോ സാർ, ആ ചോദിച്ചോളൂ. പിന്നെ ഇത് വേൾഡ് വൈഡ് ആയിട്ട് വരുന്നതാണോ അതോ ജസ്റ്റ് ഇൻ ഇന്ത്യ ഓൺലി ആണോ? നമുക്ക് ഗ്ലോബലി നമുക്ക് ചെയ്യാലോ, കാരണം അതുകൊണ്ടല്ല നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നത് തന്നെ. ട്രസ്റ്റ് വാലറ്റും ടോക്കൺ പോക്കറ്റും മെറ്റമാസ്കും അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു കൺട്രിയിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, കാരണം എല്ലാ രാജ്യത്തും USDT കിട്ടുമല്ലോ. അതെ അതെ. നമ്മളൊരു ബേസ് കറൻസിയിലല്ല നമ്മൾ തുടങ്ങിയേക്കുന്നത്. നമ്മൾ ബിറ്റ് കോയിനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു കോയിനിലല്ല നമ്മൾ തുടങ്ങിയത്. നമ്മൾ USDT എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കോയിനിലാണ് നമ്മൾ ചെയ്തത്. ആ USDT ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ആ രാജ്യത്തെ എന്താണോ അവിടുത്തെ ഫിയറ്റ് കറൻസി, ആ ഫിയറ്റ് കറൻസിയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് എടുക്കുകയും ചെയ്യാം. ഇതിന് വൈറ്റ് ബ്ലോക്ക് ചെയിൻ കോൺട്രാക്ട് വാലറ്റ് വൈറ്റ് പേപ്പറോ അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ തിരുത്തി എഴുതിയതാണല്ലോ ടെത്രറോഷനില്. അപ്പൊ ഓൾറെഡി മാർക്കറ്റിലുള്ള കുറെ സിസ്റ്റം നമ്മൾ വീണ്ടും തിരിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറ്റിച്ചു പോവല്ലേ ചെയ്യുന്നേ. അപ്പൊ അതൊന്നും വേണമെന്നില്ല. ബിറ്റ്കോയിന് ശേഷം ജെന്യൂൻ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ ഇന്നേവരെ വന്നിട്ടില്ല. ആകെ ഒരു ബിറ്റ്കോയിന് മാത്രമേ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ജെന്യൂൻ ഉള്ളൂ. കാരണം ഇന്നും അതിന്റെ ഓണറിന്റെ സഹായം ഇല്ലാതെയാണ് ബിറ്റ്കോയിൻ ഇത്രയും ഹൈറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഓണർ ആരാണെന്നോ എവിടെയാണെന്നോ ഒരു പിടി ആർക്കും ഇല്ല. ഇപ്പോഴും അനോണിമസ് ആണ്. മനസ്സിലായോ? ടെതറോഷൻ എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ അഡ്മിൻ ആരും ഇല്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തോ, നോ പ്രോബ്ലം. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓൾറെഡി 10 മണി കഴിഞ്ഞു. നമുക്ക് ഈ മീറ്റിംഗ് ഇന്ന് അവസാനിപ്പിക്കാം. അപ്പോ മജീദ് സാറിന് ഒന്നുകൂടി വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പ്രോഗ്രാം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. പറഞ്ഞോളൂ ബിനോയ് പറഞ്ഞോളൂ. ഞാനെന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ എന്റെ എക്സ്പീരിയൻസ് ഷെയർ കേൾക്കാൻ വേണ്ടി എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നത്തെ മീറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം. താങ്ക് യു. അപ്പോ ഞാൻ പരിചയപ്പെടുത്താം. എന്നെ സ്വന്തമായിട്ട് എന്റെ പേര് ബിനോയ് എന്നാണ് പേര്. സ്ഥലം കൈപ്പണം കാളമുറി. ഈ പ്രൊജക്ട് എന്റെ സുഹൃത്തായിട്ടുള്ള ശിവ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം അന്ന് ഞാൻ ഇതുപോലെ പല പ്രൊജക്റ്റും ചെയ്ത് നമ്മൾ എന്താ പറയാ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെയായിരുന്നു. പക്ഷെ അന്ന് മുതൽ തന്നെ ഞാൻ ശിവ സാർ തമ്മിൽ ബന്ധം 2018 മുതലുണ്ട് ഓൾറെഡി. നമ്മുടെ കമ്പനിയുടെ ക്രിയേറ്റർ ആയിട്ട് ശിവ സാറും അപ്പോൾ ഷിനോ സാറായിട്ട് നല്ല ബന്ധം ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഏത് സമയത്തും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞെങ്കിൽ ടെതറോഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഞാൻ ബൂം ചെയ്തത്. ജസ്റ്റ് ഒരു 2 ആഴ്ച മുമ്പ് അല്ല 3 ആഴ്ച മുമ്പാണ് ഈ ടെതറോഷ്യൻ ബൂം ചെയ്തത്. അന്ന് എൻ്റെ അടുത്ത് ശിവസാർ വന്ന് പറഞ്ഞപ്പോ 12 രൂപ 10 രൂപ എന്ന റേറ്റ് ഉണ്ടായത്. അന്ന് ഞാൻ നിസ്സാരമായി തള്ളിക്കളഞ്ഞ ഈ പ്രൊജക്ട് ടെതറോഷ്യൻ. അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും അന്ന് മുതൽ സൂം മീറ്റിംഗ് പങ്കെടുക്കുന്നതും ഒരു ലീഡേഴ്സ് മീറ്റിങ്ങിനെ തൃശ്ശൂർ വിളിച്ചു എന്നെ. അന്ന് ഞാൻ ഒരു $20 കൊടുത്തിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. 20 ജോയിൻ ചെയ്തു. ഞാൻ അത് പഠിക്കാൻ നിന്നു. പ്രൊഡക്റ്റ് എന്താന്ന് മനസ്സിലാക്കാൻ നിന്നു. ഓക്കെ, അതിനുശേഷം എനിക്ക് കിട്ടിയ 20 കിട്ടുമ്പോ കമ്പനി പറഞ്ഞു 5 വരെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ID 50 ആക്കണം. ഞാൻ ശരി ആയിക്കോട്ടെ, ഞാൻ 5 വരെ കൊണ്ടുവന്നു. എന്റെ ക്രൈറ്റീരിയ എന്താണ്? $250 എത്തി. $50 എത്തിയപ്പോ എനിക്ക് 5 ലെവൽ ഇൻകം വന്നു എനിക്ക്. ഓക്കെ, അതിനുശേഷം കമ്പനി അടുത്ത ക്രൈറ്റീരിയ പറഞ്ഞു നമുക്ക് 10 ലെവൽ കിട്ടണമെങ്കിൽ ഡയറക്റ്റ് 10 വരെ കൊണ്ടുവരണം. ശരി ആയിക്കോട്ടെ, ഞാൻ 10 വരെ കൊണ്ടുവന്നു. എന്റെ ടീമിനെ സെറ്റ് ചെയ്തു. ഞാൻ $500 അതും ചെയ്തു. ഇപ്പൊ എനിക്ക് സന്തോഷ വാർത്ത എനിക്ക് പറയുന്നത് വെരി സൂൺ നമ്മളെ ഈ പ്രൊജക്ടിന്റെ സിൽവർ റാങ്ക് അച്ചീവ് ആവാൻ പോവാണ്. ഞാൻ വിത്തിൻ 1 വീക്കിനുള്ളിൽ ഞാൻ സിൽവർ റാങ്ക് അച്ചീവ് ആവാൻ പോവുകയാണ്. സന്തോഷ വാർത്തയും കൂടി ഈ സമയത്ത് പറയുകയാണ്. അതുപോലെ ഈ പ്രൊജക്ട് ഏറ്റെടുക്കുക. കാരണം ഇത് നമുക്ക് തന്നേക്കുന്ന പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ശിവ സാർ ആൻഡ് അവർ തന്നെയാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്. മറ്റെല്ലാ കമ്പനികളുടെയും ഒരു കമ്പനിയും ക്രിയേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നമുക്കൊന്ന് UK പറയാം, അല്ലെങ്കിൽ എന്താ പറയുക ലണ്ടനിൽ പറയാം, അല്ലെങ്കിൽ സ്പെയിൻ പറയാം, ജർമ്മനി പറയാം. ഓക്കെ, പക്ഷെ ഇവർ തന്നെയാണ് ചങ്കുറ്റത് കൂടെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ക്രിയേറ്റർ എന്ന് പറയുകയാണെങ്കിൽ അതിന് ബിഗ് സല്യൂട്ട് സാർ, ബിഗ് സല്യൂട്ട് ദിസ് ടൈം. ഓക്കെ, കാരണം ഇന്ന് ഈ പ്രൊജക്ട് മാർച്ച് 20 ഇറങ്ങിയ ശേഷം
ഇന്നേ വരെ ഒരുപാട് പ്രോജക്റ്റ് വന്നിരുന്നു, പക്ഷെ ആ പ്രോജക്റ്റ് ഒന്നും കാണുന്നില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഇപ്പോഴും ടെതറോഷ്യൻ എന്ന പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആൾക്ക് ഇതിന്റെ മീറ്റിംഗ് അയച്ചപ്പോ ആൾ ചോദിക്കേ ടെതറോഷ്യനോ, ഇത് പൊട്ടിയില്ല ഇത് ഇതുവരായിട്ട്, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊരിക്കലും നശിക്കില്ല. ഇത് ലൈഫ് ലോങ്. നമുക്ക് ഇനി വരാൻ പോണ 5 പ്രൊജക്റ്റും കൂടിയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം ആൾക്കാർ വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ്. ഇതൊരു കോയിൻ അല്ല, അത് മനസ്സിലാക്കാം. അത്ഭുത വിളക്ക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, ഇത് കോയിനാണ്. നമുക്ക് കോയിൻ ആണെങ്കിൽ നമുക്ക് പല ഡൗട്ടുകളും വരും. ഇത് ബിനാൻസിലുണ്ടോ, എക്സ്ചേഞ്ചിലുണ്ടോ, അവിടെയുണ്ടോ, ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതൊന്നുമില്ല. ഇത് വില വർദ്ധിച്ചു മാത്രം കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ബിഗ് പ്രൊജക്റ്റ് ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുവേണ്ടി വീണ്ടും തൃശ്ശൂർ സ്വദേശിയായ ശിവ സാറിന് വീണ്ടും ഒരിക്കൽ കൂടി എന്റെ എല്ലാ അഭിനന്ദനവും നേരിട്ടുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു. ജയ് ബുദ്ധ. താങ്ക് യു വിനോയ്. നല്ല ആവേശാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, സജീറാണ് വീണ്ടും. ചോദിച്ചോളൂ. ഞാന് ബിനോയ് സാറ് എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ എന്റെ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മള് വേറൊരു പ്രൊജക്ട് ചെയ്ത് ചുരുക്കി പറഞ്ഞ ഒരു 5 ലക്ഷത്തിന്റെ ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ ഒരു 25 ലക്ഷത്തിന്റെ ബാധ്യതയായിട്ട് നിൽക്കുമ്പോഴാണ്, ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഈ പ്രൊജക്ട് എന്റെ മുന്നിൽ കിട്ടണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമ്മള് ഒന്ന് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറി സന്തോഷിച്ച് തുടങ്ങിയത്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് നന്നായി പോകുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ കയ്യില് റൈറ്റ് ഹാൻഡിൽ നല്ലൊരു പ്രൊജക്ട് ഉണ്ട്, നല്ലൊരു ഇൻകം ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകം നമ്മുടെ സ്പോൺസർ ഷാജി മോഹൻ തൃശ്ശൂര്, പിന്നെ നമ്മുടെ ഇളവള്ളിയുള്ള ഷാജി സാറാണ് അദ്ദേഹത്തിന്റെ അപ്ലൈൻ. അവര് രണ്ടുപേരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്താണ്. താങ്ക് യു വെരി മച്ച്. നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് സാറേ. എനിക്ക് ഇപ്പോഴാണ് സജീറിനെ ഇപ്പോഴെനിക്ക് മനസ്സിലായുള്ളൂ കേട്ടോ. മനസ്സിലായി സാറേ. ഓക്കെ ഇപ്പൊ മനസ്സിലായി. എനിക്കും മനസ്സിലായി. പേര് സജീറാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സജീർ എനിക്കും മനസ്സിലായി. ഞാനൊരിക്കൽ എറണാകുളം വന്നിട്ടുണ്ട് ഒന്ന് അഡ്മിൻ പാനലിനെ കാണാൻ വേണ്ടിട്ട്. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ഇവിടെ തൃശ്ശൂർ മീറ്റ് ചെയ്തല്ലേ? തൃശ്ശൂര് തേക്കിൻകാട് മീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. റൈറ്റ്. എനിക്ക് സജീർ എന്നാണ് പേരെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതെ. ആയിക്കോട്ടെ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലോസിംഗ് ടൈമായി. ഇല്ല, അപ്പൊ ആരുമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവരും അറ്റൻഡ് ചെയ്തതിന് വളരെ നന്ദി. ഇനി അടുത്ത മീറ്റിംഗ് നമുക്ക് ബുധനാഴ്ചയാണുള്ളത്, മലയാളം. ബുധനാഴ്ച വെള്ളിയാഴ്ചയാണുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇനി മാക്സിമം എന്താ പറയാ, പ്രോസ്പെക്റ്റുകളെയും നിങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സിനെയും വീണ്ടും കൊണ്ടുവരിക. കാരണം നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. അവരൊക്കെ ഇനാക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അവർ ഒന്നും അറിയാണ്ട്, കഥ അറിയാണ്ട് ഇപ്പോഴും ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഈ പ്രോജക്റ്റ് ഉണ്ടോന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വീണ്ടും ഒരു അവയർനെസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു സോളിഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ 6 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണത്. വളരെ സ്റ്റഡി ആയിട്ട് ഒരാൾക്കും ഒരു ടെൻഷനോ ഒരു കംപ്ലൈന്റോ ഇല്ലാതെ ഒരു സിസ്റ്റം 6 മാസം ഓടിക്കാതെ ഞാൻ വളരെ ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നോർമലി ഉള്ള കോയിൻ പ്രോജക്റ്റിൽ 90% കോയിൻ പ്രോജക്റ്റുകളും 6 മന്ത്സിനുള്ളിൽ തന്നെ അവസാനിക്കുന്നതാണ്. പക്ഷെ നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ആ ഒരു ഗ്രോത്ത് പാറ്റേൺ നമ്മൾ 6 മന്ത്സ് കഴിയുമ്പോഴാണ് തുടങ്ങുന്നത്. പല കോൺസെപ്റ്റുകളും തുടക്കത്തിൽ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്ത് 6 മാസം കഴിയുമ്പോൾ നശിഞ്ഞു പോകും. പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് പാറ്റേൺ ആണ്. നമ്മൾ മാർക്കറ്റിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ, യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വേറൊരു കമ്പനിക്കും ഇല്ല. ഇതിനെ കോപ്പി അടിച്ചിട്ടും ഇല്ല ഇതുവരെ. അത്രയും അഷുറൻസ് നമുക്ക് തരാം. ഈ 6 മാസമായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോജക്റ്റിനെ ഒരാൾക്ക് പോലും കോപ്പി അടിക്കാൻ ആയിട്ട് തോന്നിയിട്ടുമില്ല. കാരണം കോപ്പി അടിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ വേറൊരു രീതിയിലാണ്, വേറൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ കോപ്പി അടിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. വളരെ ക്ലീൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. യാതൊരു വിധ വിഷയങ്ങളും ആർക്കും ഇല്ല. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഇതിലും കൂടുതൽ ഒരു അറ്റൻഡൻസ് എല്ലാവരും പ്രോമിസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ആവുന്നത്രയും പ്രോസ്പെക്റ്റുകളെ നമുക്ക് ഈ മീറ്റിംഗിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഒരു പുതിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് അറിയിക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ.